നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കസ്റ്റംസിലെ വാല്യുവേഷൻ ആയിരുന്നു അല്ലേ? വാല്യുവേഷൻ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്? അതായത് CIF വാല്യൂ, FOB വാല്യൂ രണ്ടും എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഒരു മോഡലൊക്കെ ചാർട്ട് പോലെയൊക്കെ നമ്മൾ വരച്ചിട്ട് CIF വാല്യൂവും FOB വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? അതിനുശേഷം റൂൾ 10 പഠിച്ചു അല്ലേ? ഏതോ വാല്യൂവിനോടൊപ്പം എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യണമെന്നും അതിനോടൊപ്പം വേറെ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് FOB CIF വാല്യൂ കിട്ടുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. റൂൾ 10 പഠിച്ചു. അപ്പോൾ റൂൾ 10 പഠിച്ചപ്പോൾ അതിനോടൊപ്പം നമ്മളൊരു റൂൾ 3യും പറഞ്ഞു. പിന്നെ റൂൾ 3 സബ്ജക്റ്റ് ടു റൂൾ 12 ആണെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എഴുതേണ്ട ആ ഒരു ഫോർമാറ്റ്, അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു അസസബിൾ വാല്യൂ, അതായത് എക്സ് ഫാക്ടറി പ്രൈസിനോടൊപ്പം എന്തൊക്കെ കൂട്ടണം, റൂൾ 10ൻ്റെ എന്തൊക്കെ കൂട്ടണം, അതിനുശേഷം ഇൻഷുറൻസ് ഓഫ് റൈറ്റും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CIF വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിനൊരു ഫോർമാറ്റ് പോലെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് പഠിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു റിവിഷനും ആവും. കൂടാതെ ഇന്ന് പഠിക്കാൻ പോകണം. ഇന്ന് നമ്മൾ കുറേ ടേംസും സംഭവങ്ങളൊക്കെ പഠിക്കും. ഇന്നലെ പഠിച്ചതിൻ്റെ സെയിം സാധനം തന്നെ അതിനെ കുറച്ചും കൂടെ എക്സ്ട്രാ കുറച്ച് പോയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യും. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സംഭവം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഏതാണ്? ഈ റൂൾ 10ൻ്റെയും ഈ റൂൾ 10 ഉൾപ്പെടെ നമ്മൾ ഈ CIF FOB വാല്യൂ ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ഫുള്ള് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യും. കൂടാതെ ഒരു 2-3 ക്വസ്റ്റ്യൻസും മാക്സിമം ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് അസസബിൾ വാല്യൂ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ് അസസബിൾ വാല്യൂ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഓക്കെ, വാല്യൂ ഓഫ് മെറ്റീരിയൽ, അതായത് എക്സ് ഫാക്ടറി പ്രൈസ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് മെറ്റീരിയൽ. ഇതൊരു ബോക്സ്, ഒരു ടേബിൾ പോലെയൊക്കെ വരയ്ക്കണം. നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, നോക്കിയാൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ എക്സ് ഫാക്ടറി പ്രൈസ്. എക്സ് ഫാക്ടറി പ്രൈസ് എഴുതിയേ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു എക്സ് ഫാക്ടറി പ്രൈസിനോടൊപ്പം എന്തൊക്കെയോ ആഡ് ചെയ്യണമെന്ന്. ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ അതായത് ഇവിടെ താഴെ ഇരിക്കുന്ന ക്യാരേജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ് അപ് ടു പോർട്ട്, ചാർജസ് ഫോർ ലോഡിംഗ് ഓൺ ഷിപ്പ്, ഇങ്ങനെയുള്ള ചാർജുകളെല്ലാം ആഡ് ചെയ്യണം. നമുക്കറിയാം. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? FOB എന്ന് വിളിക്കാം. ഫ്രീ ഓൺ ബോർഡ് എന്ന് വിളിക്കാം അല്ലേ? ബോർഡ് വരെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ ഉള്ള ചാർജ്, അത് ഫ്രീ ഓൺ ബോർഡ് എന്ന് നമുക്കതിനെ വിളിക്കാം. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? FOB എന്ന് വിളിച്ചു. ഓക്കെ, പക്ഷേ റൂൾ 10-നകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത്, ഏത് ക്യാരേജും ഫ്രൈറ്റും ഇൻഷുറൻസും പിന്നെ ലോഡിംഗ് അൺലോഡിംഗ് ചാർജുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ഫ്രീ ഓൺ ബോർഡ് എന്ന് വിളിക്കുന്ന പറ്റുന്ന ഒരു ചാർജ് കിട്ടി. പക്ഷേ നമ്മുടെ റൂൾ 10 സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വേറെ കുറേ ഐറ്റങ്ങളും കൂടെ ഉണ്ട്, നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യണേന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്തതിനകത്ത് ബാക്കിയുള്ള ഐറ്റംസ്, റൂൾ 10-നകത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള ഐറ്റംസും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഐറ്റംസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ആഡ് റൂൾ 10 പ്രൊവിസോ 1 ആണ്. ഇഫ് നോട്ട് ഇൻക്ലൂഡഡ് എബോ, മുകളിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ റൂൾ 10-ൽ പറഞ്ഞിരിക്കുന്നത്, റൂൾ 10-ൻ്റെ പ്രൊവിസോ 1-ൽ പറഞ്ഞിരിക്കുന്നത് ഈ താഴെ പറയുന്ന ഐറ്റംസും കൂടെ ആഡ് ചെയ്യണം. പ്രശ്നമൊന്നുമില്ലല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എക്സ്ക്ലൂഡിങ് ബൈയിങ് കമ്മീഷൻ. അറിയാം, കമ്മീഷനും ബ്രോക്കറേജും ആഡ് ചെയ്യണം. പക്ഷേ ബൈയിങ് കമ്മീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ബൈയിങ് കമ്മീഷൻ അവിടെ വരും. അതവിടെ എഴുത്ത് തന്നെ പറഞ്ഞിരിക്കും ബൈയിങ് കമ്മീഷനാണെന്ന്. അത് ഈ കമ്മീഷൻ ബൈയിങ് കമ്മീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് എന്ത് ചെയ്യേണ്ട? ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. അടുത്ത പാക്കിംഗ് കോസ്റ്റ്. അതെ, പാക്കേജിങ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തായാലും പാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ആ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷേ ഇവിടെ നോക്കട്ടെ, ചില സാധനങ്ങളെന്ന് പറഞ്ഞാൽ റിട്ടേണബിൾ ആണ്. ചില സാധനങ്ങളെന്ന് പറഞ്ഞാൽ റിട്ടേണബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കടകളിലിരിക്കുന്ന, അതായത് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തേക്ക് കടകളിലിരിക്കുന്ന സോഡ കണ്ടിട്ടില്ലേ? സോഡ ഗ്ലാസ് കുപ്പിക്കകത്താണ് സോഡ വരുന്നത്. അപ്പോൾ ആ ഗ്ലാസ് കുപ്പിക്കകത്ത് വരുന്ന സോഡയും ആ സോഡ ഇട്ട് വെച്ചിരിക്കുന്ന ട്രേയും അതൊക്കെ എന്താണ്? റിട്ടേണബിൾ ആണ്. അതായത് ഇവർ ആ സോഡ വിറ്റതിന് ശേഷം അടുത്ത സോഡ ഇറക്കുമ്പോൾ ഈ സാധനം തിരിച്ചു കൊടുക്കും. അതിന് ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. കിട്ടുമ്പോൾ നമ്മൾ ആ കിട്ടുന്ന സോഡയുടെ കൂടെ 2 രൂപയും കൂടെ ആഡ് ചെയ്യും. നമ്മൾ ആ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ 2 രൂപ മൈനസ് ചെയ്യും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ്, കണ്ടെയ്നർ, അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. കൺസൈൻമെൻറ്റ് ചാപ്റ്റർ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഈ സാധനം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂറബിൾ അല്ലെങ്കിൽ റിട്ടേണബിൾ പാക്കേജ് വല്ലതും ഉണ്ടെങ്കിൽ, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും പാക്കേജുകളുണ്ടെങ്കിൽ അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട. ഓക്കെ അല്ലേ? കാരണം അത് നമ്മുടെ അത് സെയിലല്ലടാ, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട. ഓക്കെ, ആഡ് ചെയ്യുന്നില്ല. അവിടെ നോക്കി, കോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ആൻഡ് സ്റ്റിക്കേഴ്സ്. അതായത് നമ്മുടെ ഡെവലപ്പിംഗ് എഞ്ചിനീയറിംഗ് പ്ലാൻ ആൻഡ് സ്റ്റിക്കേഴ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർക്കർ പെന്നകത്ത് നമ്മളെ പേര് എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഐഫോൺ ഉണ്ടാക്കിയിട്ട് ആ ഗോൾഡൻ ഐഫോണിനകത്ത് നമ്മുടെ ചാനലിൻ്റെ ലോഗോ പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. പക്ഷേ അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇന്ത്യക്ക് അകത്ത് വെച്ചിട്ട് ചെയ്താലോ? ഇന്ത്യക്ക് അകത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കിയിടാം, നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് അത് ഇന്ത്യയിൽ വന്നിട്ടാണ് നമ്മൾ അതിന് പേര് കൊത്തുന്നതെങ്കിൽ അതിനകത്ത് നമ്മുടെ ചാനലിൻ്റെ ലോഗോ പ്രിൻറ്റ് ചെയ്യുന്നത്. അതായത്
നമ്മൾ ഇവിടെയാണ് ആ സർവീസ് അണ്ടർടേക്കൻ ചെയ്യുന്നത്. അപ്പോൾ ആ സാധനം ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സ് ആയി. ആ ഡൊമസ്റ്റിക് ഗുഡ്സിനകത്ത് പിന്നെ നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ മോഡിഫിക്കേഷൻ വരുത്തി നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ബാക്കിൽ പ്രിൻറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവിടെ സർവീസാണ്, അതിന് വേറെ GSTയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പേ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്ത് വേണം ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ കസ്റ്റം ഡ്യൂട്ടിയൊക്കെ കണ്ടുപിടിക്കാനുള്ള CIF FOB വാല്യൂവിനോടൊപ്പം ഈ സാധനം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്, അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, റോയൽറ്റീസ് ആൻഡ് ലൈസൻസ്. റോയൽറ്റീസും ലൈസൻസ് ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. നോക്കി, വാല്യൂ ഓഫ് സബ്സിക്വൻറ്റ് റീസെയിൽ ഇഫ് പേയബിൾ ടു ഫോറിൻ സപ്ലയർ. അതായത് നമ്മുടെ ഫോറിൻ സപ്ലയറിന് എന്തെങ്കിലും റീസെയിലും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അതായത് നോക്കി, വാല്യൂ ഓഫ് മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ബയർ ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ബയർ തന്നെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണെന്നറിയോടാ, നമ്മളിപ്പോൾ 1000 യൂണിറ്റ് വാങ്ങി, നമ്മൾ എന്ത് വാങ്ങിയിടാ, ഒരു 1000 യൂണിറ്റ് വാങ്ങി. അപ്പോൾ ബയർ പറയാണ്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യും, ഞങ്ങളൊരു 100 യൂണിറ്റ് ഫ്രീ ആയിട്ട് തരാം. 100 യൂണിറ്റ് എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ സത്യത്തിൽ ആ സാധനം ഫ്രീ അല്ല, പക്ഷേ നമ്മൾ 1000 യൂണിറ്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. പക്ഷേ നമ്മൾ ആ വാല്യൂ, ആ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനത്തിൻ്റെ കോസ്റ്റ് കൂടി എന്ത് ചെയ്യണം, ഡ്യൂട്ടി പേ ചെയ്യാൻ നേരത്തുള്ള വാല്യൂവിനോടൊപ്പം ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മൾ ബില്ല് നോക്കുമ്പോൾ 1000 യൂണിറ്റിൻ്റെ സാധനം 1000 യൂണിറ്റിൻ്റെ വാല്യൂ മാത്രമേ കാണൂ. പക്ഷേ പറ്റില്ല, 1100 യൂണിറ്റിന് കസ്റ്റം ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ നമ്മുടെ CIF FOB വാല്യൂവിനൊപ്പം ആഡ് ആവേണ്ടേ, അതുകൊണ്ടാണ് അതിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂൾ 10 പ്രൊവിസോ 1 പറഞ്ഞിരിക്കുന്ന കുറേ ഐറ്റംസ്. നമ്മൾ നമ്മുടെ ആദ്യത്തെ ആ വാല്യൂവിനോടൊപ്പം ആഡ് ചെയ്ത് FOB വാല്യൂ കണ്ടുപിടിക്കാനുള്ള സാധനത്തിനോടൊപ്പം ആഡ് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ. ഓക്കെ അല്ലടാ? എന്തൊക്കെയാണ്? ഒന്ന് ബൈങ് കമ്മീഷൻ, പാക്കേജ്, അതിനകത്ത് റിട്ടേണബിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ കമ്മീഷൻ ആണെങ്കിൽ അവിടെ ബൈങ് കമ്മീഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. എഞ്ചിനീയറിംഗ് ആയിരിക്കണം, പക്ഷേ അത് എഞ്ചിനീയറിംഗ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇന്ത്യയിൽ അണ്ടർടേക്കൻ ചെയ്യരുത്. റോയൽറ്റി, ലൈസൻസ് ഫീസൊക്കെ ആഡ് ചെയ്യാം. സബ്സിക്വൻറ്റ് റീസെയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വല്ലതും തന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ്. ഓക്കെ, FOB വാല്യൂ ആഫ്റ്റർ കസ്റ്റംസ് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ നോർമൽ സാധനങ്ങളോടൊപ്പം റൂൾ 10 പ്രൊവിസോ 1 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, റൂൾ 10 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇതിനോടൊപ്പം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യേണ്ട, ഫ്രൈറ്റും ഇൻഷുറൻസും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CIF വാല്യൂ കിട്ടും. ഇതിനോട് നമ്മൾ എന്താ ആഡ് ചെയ്യണം, ഫ്രൈറ്റും ഇൻഷുറൻസും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CIF വാല്യൂ കിട്ടും. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് അഡീഷൻസ് വരുത്തുകയാണ്. കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്താണ് ഇന്ന് പഠിക്കാൻ പോകണം. നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നോക്കിയടാ, FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് നമ്മൾ ഇവിടെ എഴുതി. ഒന്നാമത്തെ ഇൻഷുറൻസ് ആഡ് ചെയ്യണം. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഫ്രൈറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അസസബിൾ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രൈറ്റ് വാല്യൂ, അതായത് CIF വാല്യൂ കിട്ടും. അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണെന്ന് നോക്കിയടാ, ഇൻഷുറൻസ് ഇഫ് ഇൻഷുറൻസ് നോട്ട് നോൺ, അതായത് നോട്ട് ഗിവൺ, നമുക്ക് ഇൻഷുറൻസിൻ്റെ വാല്യൂ അവർ തന്നിട്ടില്ല. ഇൻഷുറൻസ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഇൻഷുറൻസിനെ പറ്റിയിട്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് എടുക്കണം. എത്ര എടുക്കണമെന്ന് അറിയാമോ, 1.125% ഓഫ് FOB വാല്യൂ ആസ് പെർ റൂൾ 10 പ്രൊവിസോ 2. അതായത് റൂൾ 10 പ്രൊവിസോ 2 പ്രകാരം ഇൻഷുറൻസിൻ്റെ വാല്യൂവിനെ പറ്റിയിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 1.125% എന്തെടുക്കണം, ഇൻഷുറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? 1.125%. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് സാധനം പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം, പ്രശ്നമില്ല. ഇതിപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ഒന്നുകൂടെ പറഞ്ഞേടാ, ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അവർ പറഞ്ഞിട്ടില്ല, നമുക്ക് നോൺ അല്ല, നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ FOB വാല്യൂവിൻ്റെ 1.125% എന്ത് ചെയ്യണം, ഇൻഷുറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓർത്തുവയ്ക്ക്, 1.125% റൂൾ 10 പ്രൊവിസോ 2, 1.125% റൂൾ 10 പ്രൊവിസോ 2 ഇൻഷുറൻസ്. നമുക്കിവിടെ പറഞ്ഞേ, ഇൻഷുറൻസിൻ്റെ വാല്യൂ നമുക്ക് അൺനോൺ ആണ്, അറിഞ്ഞുകൂടെങ്കിൽ 1.125% ഓഫ് FOB വാല്യൂ ആസ് പെർ റൂൾ 10 പ്രൊവിസോ 2. റൂൾ 10 പ്രൊവിസോ 2 പ്രകാരം ഇൻഷുറൻസ് നമുക്ക് അറിയത്തില്ലെങ്കിൽ 1.125% ഓഫ് FOB വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈറ്റ്, അതിന് നമ്മൾ ഫ്രൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇഫ് എമൗണ്ട് ഈസ് നോട്ട് നോൺ, നമുക്കറിയില്ല, അൺനോൺ ആണ് നമ്മുടെ എമൗണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ 20% ഓഫ് FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് റൂൾ 10 പ്രൊവിസോ 2. എന്താണ് 20%? നേരത്തെ ആണെങ്കിൽ 1.125% ആയിരുന്നു, ഇവിടെ ആണെങ്കിൽ 20%. പക്ഷേ ഇവിടെ കുറച്ച് കൊനസ്റ്റുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. അത് ഇത്രയും സാധനങ്ങൾ മനസ്സിലായേ? ഒന്നും കൂടെ പറഞ്ഞേ, നമ്മുടെ CIF വാല്യൂവിനോടൊപ്പം FOB വാല്യൂവിനോടൊപ്പം ഇൻഷുറൻസും ഫ്രൈറ്റും ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻഷുറൻസും ഫ്രൈറ്റും നമുക്ക് അറിഞ്ഞുകൂടാ.
ഇൻഷുറൻസ് അറിഞ്ഞുകൂടെങ്കിൽ FOB വാല്യൂവിൻ്റെ 1.125% എടുക്കും. ഫ്രൈറ്റ് അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ FOB വാല്യൂവിൻ്റെ എന്തെടുക്കും 20% എടുക്കും. ഓക്കെ, ഈ 20% അവിടെ നിൽക്കട്ടെ, അതിന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് നമുക്ക് തൊട്ടടുത്ത് പഠിക്കാം. അങ്ങനെ നമ്മുടെ FOBയോടൊപ്പം ഈ 2 ഐറ്റംസും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, CIF വാല്യൂ കിട്ടി. ആ CIF വാല്യൂവിന് പുറത്തായിരിക്കും നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനായിരിക്കും ഇന്ത്യൻ കറൻസിയിലോട്ടൊക്കെ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കാം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചെക്ക് നോട്ട് നമ്പർ 6. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. അതിൽ നോട്ട് നമ്പർ 6 പഠിക്കാം. ഓക്കെ, നമുക്ക് അതിലെ നോട്ട് നമ്പർ 6 പഠിക്കാം. ഇതാ വന്ന് നോട്ട് നമ്പർ 6. ഇതാണ് നോട്ട് നമ്പർ 6. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ പറ്റിയിട്ട് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ചാർജ് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും അറിയാമെങ്കിലുള്ള സിറ്റുവേഷനിലേ നോക്കണ്ട. ഓക്കെ, നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് ചാർജ് എയറിൽ കൂടെ വരുമ്പോഴും കൊടുക്കണം, സീയിൽ കൂടെ വരുമ്പോഴും കൊടുക്കണം. ലാൻഡിലൂടെ വരുമ്പം കൊടുക്കണ്ടേ എന്നാലോചിക്ക്. ആ ശരിയാണല്ലോ, ലാൻഡിലൂടെ വരുമ്പോഴും നമ്മൾ കൊടുക്കണമല്ലോ. പക്ഷേ അതെന്ത് ഇവിടെ എഴുതാത്തത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു പ്രധാന പെർസെൻറ്റേജ്, അതായത് ഒരു 76% നടക്കുന്നത് കടലിലൂടെയാണ്. 76% നടക്കുന്നത് കടലിലൂടെയാണ്. ബാക്കിയുള്ള ഒരു 19% അപ്രോക്സിമേറ്റ്ലി 19% നടക്കുന്നത് എയറിലൂടെയാണ്. ഓക്കെ, ലാൻഡിലൂടെ നടക്കുന്നത് വെറും 4 to 5% മാത്രമാണ്. കാരണം ലാൻഡിലൂടെ നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് വളരെ ലിമിറ്റഡ് ആണ്. കുറച്ച് അടുത്തുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ, അവിടെ നമ്മൾ പോവില്ല. ചൈനയും നമ്മൾ ഇപ്പം മൊത്തം സീന, അവിടെ എന്തായാലും നടക്കില്ല. പിന്നെ നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെയുള്ള കുഞ്ഞു കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ചെറിയ ഒരു 4 to 5% മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അവിടുത്തെ ചാർജ് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവിടെ ഈ ഒരു പ്രൊവിഷൻ വരില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് എത്ര, 76% വരുന്ന സിയും ബാക്കി 19% വരുന്നത് എവിടെയാണ്, എയറിലാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കൂടുതൽ സാധനങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ, നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കി, നമ്മൾ ഈ പെർസെൻറ്റേജ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഈ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ അവിടെ പഠിക്കും. ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ വരുന്നത് ഇതാണ്, എയറിലൂടെയാണ്. എയറിലൂടെ വരികയാണെങ്കിൽ നമ്മുടെ സാധനം എവിടെയാണ് ചെന്നെത്തേണ്ടത്? എയറിലൂടെ വരികയാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിലെത്തണം. ഓക്കെ, കടലിലൂടെയാണ് വരുന്നതെങ്കിൽ അത് എവിടെ എത്തണം? കടലിലൂടെ വരുന്നെങ്കിൽ നമ്മുടെ കസ്റ്റം പോർട്ടിലെത്തണം, അല്ലേ? കസ്റ്റം പോർട്ടിലെത്തണം. ഇനി ലാൻഡിലൂടെ വരുന്നെങ്കിൽ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ അല്ലെങ്കിൽ ലാൻഡ് കസ്റ്റം പോർട്ടിലെത്തണം. ഓക്കെ, പ്രശ്നമില്ല. ഇനി ഇവിടെയെങ്കിലും എത്തിയില്ലെങ്കിലോ? ഇവിടെയെങ്കിലും എത്തിയില്ല. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം പോർട്ടിൽ വരാണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമ്മൾ സ്മഗ്ലിംഗ് എന്ന് വിളിക്കും. അതിനെന്തെന്ന് വിളിക്കും? സ്മഗ്ലിംഗ്. അപ്പോൾ സ്മഗ്ലിംഗ് വേറെ ടോപ്പിക്കാണ്, നമുക്കിപ്പോൾ പഠിക്കേണ്ട. നമുക്കിത് മാത്രം പഠിക്കാം. ഓക്കെ, നമ്മൾ എവിടെ കൂടെയാണ് വരുന്നത്? എയറിലൂടെയാണ് വരുന്നത്. എയറിലൂടെ വരുന്നെങ്കിൽ ഒന്നെങ്കിൽ ചാർജസ് ഗിവൻ, ഒന്നെങ്കിൽ ചാർജസ് തന്നിരിക്കാം, അല്ലെങ്കിൽ നോട്ട് ഗിവൻ. ഒന്നെങ്കിൽ ചാർജസ് തന്നിരിക്കാം, അല്ലെങ്കിൽ നോട്ട് ഗിവൻ. ചാർജസ് തന്നിരിക്കാം, അല്ലെങ്കിൽ തരത്തില്ല. തന്നില്ലെങ്കിൽ 20%, അത് നമുക്കറിയാം. ചാർജസ് നോട്ട് ഗിവൺ ആണെങ്കിൽ 20% നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് പഠിച്ചു. എയറിലൂടെയാണ് വരുന്നത്. ചാർജസ് നോട്ട് ഗിവൺ ആണെങ്കിൽ 20%. ഓക്കെ, ഇനി ചാർജസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ലോവർ ഓഫ് ആക്ച്വൽ ചാർജ് ഓർ 20% ഓഫ് FOB. കൺഫ്യൂഷൻ, മൊത്തം പ്രശ്നം. പ്രശ്നമാകുമ്പോൾ ഒന്നുമില്ല. നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന സാധനം നോക്കി, നമ്മൾ ഇൻകം ടാക്സ് പഠിച്ചപ്പോൾ ഓർമ്മയില്ലേ, കുറേ സാധനങ്ങൾ തന്നിട്ട് ലോവർ ഓഫ് ദ ഫോളോയിങ്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, ലേറ്റർ ഓഫ് ദ ഫോളോയിങ് എന്നൊക്കെ പഠിച്ചത്. അതുപോലെ ഒരു ചെറിയൊരു ലോവർ ഓഫ് ദ ഫോളോയിങ്. ഈ താഴെ പറയുന്ന 2 ഐറ്റംസിൽ ഏറ്റവും കുറവ് ഏതാണോ ആ വാല്യൂ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്തായിട്ട്? ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ആക്ച്വൽ എമൗണ്ട്, അല്ലെങ്കിൽ 20% ഓഫ് FOB. ഒന്നെങ്കിൽ ആക്ച്വൽ എമൗണ്ട്, അല്ലെങ്കിൽ 20% ഓഫ് FOB, വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഈ സാധനം നമ്മുടെ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ഇവിടെ കണ്ടീഷൻ പോലെ 2 എണ്ണം എഴുതിയിട്ട് ആ 2 എണ്ണത്തിൽ വിച്ച് എവർ ഈസ് ലോവർ എന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ആക്റ്റിൽ എഴുതിയിരിക്കുന്നത് ആക്ച്വൽ എമൗണ്ട് നമുക്ക് എടുക്കാം, പക്ഷേ ആ മാക്സിമം ഓഫ് 20% ഓഫ് FOB മാത്രമേ വരാൻ പാടുള്ളൂ എന്ന്. ആക്ച്വൽ എമൗണ്ട് നമുക്ക് എടുക്കാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാക്സിമം ഓഫ് 20% ഓഫ് FOB. ഒന്നെങ്കിൽ FOBയുടെ 20% വരെ വരാവൂ. നമ്മൾ ആക്ച്വൽ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മുടെ FOB എടുക്കുക, അതിൻ്റെ 20% നോക്കുക, അവിടെ വരെ വന്നാൽ മതിയെന്ന്. അതിൻ്റെ അർത്ഥം ആക്ച്വൽ എമൗണ്ടിൻ്റെയും 20% ഓഫ് FOBയുടെയും വിച്ച് എവർ ഈസ് ലോവർ ആണ് എടുക്കേണ്ടതെന്നല്ലേ? ആക്ച്വൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ മാക്സിമം 20% വരെ വരും. ഇനി ആക്ച്വൽ എമൗണ്ട് കുറവാണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് എടുക്കുക, അതാണ് ലോവർ ഓഫ് ദ ഫോളോയിങ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ട്രാൻസ്പോർട്ടേഷനാണ്. ചാർജസ് തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം 20% ഓഫ് FOB നോക്കണം. അതിൻ്റെ അർത്ഥം ആക്ച്വൽ എമൗണ്ട് അല്ലെങ്കിൽ 20% ഓഫ് FOB വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് എടുക്കേണ്ടത്? ഫ്ലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നോട്ട് ഗിവൺ ആണെങ്കിൽ 20% എടുക്കുക. അതുപോലെ തന്നെയാണ് എയറിലും. നോട്ട് ഗിവൺ ആണെങ്കിൽ 20% എടുക്കുക. ഇനി ഗിവൺ ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് അങ്ങ് എടുക്കുക. അവിടെ നമ്മുടെ ഈ 20%ൻ്റെ മാക്സിമം 20% എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഒന്നും ഇല്ല. ഓക്കെ, സിമ്പിൾ കാര്യം. ഗിവൺ ആണെങ്കിൽ
ആക്ച്വൽ എമൗണ്ട് എടുക്കുക. നോട്ട് ഗിവൺ ആണെങ്കിൽ, അൺനോൺ ആണെങ്കിൽ എന്ത് 20% ഓഫ് FOB എടുക്കുക. അപ്പോൾ ഏത് കണ്ടീഷനിലും അൺനോൺ ആണെങ്കിൽ 20% ഓഫ് FOB, നോൺ ആണെങ്കിൽ എയറിലൂടെ ആണെങ്കിൽ എന്ത് 20% ഓഫ് FOB ഓർ ആക്ച്വൽ എമൗണ്ട് വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്രൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. പ്രശ്നമില്ലല്ലോ അവിടെ, സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, അത്രേ ഉള്ളായിരുന്നു. ഇതാണ് ആ പോയിന്റ് 6-ാമത്തെയൊക്കെ നോക്കാൻ പറഞ്ഞത്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള 1, 2, 3, 4, 5 പഠിക്കണ്ടേ? 5 പഠിക്കാം, പിന്നെ ഒരു 7 കൂടി ഉണ്ട് പഠിക്കാൻ, അതും പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ സാധനം കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഒന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് പഠിക്കുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞാൽ താഴെ എഴുതിയിരിക്കാം. നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ്സ് ഷിപ്പ് ഡെമറേജ് ചാർജസ് ഓൺ ചാർട്ടേഡ് വെസൽ, ബാർജ് ചാർജസ്, ലൈട്രേജ് ചാർജസ്. എന്തെന്ന് ഷിപ്പ് ഡെമറേജ് ചാർജ് നമ്മൾ കേട്ടിട്ടുണ്ട്, അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഡെമറേജ് ചാർജൊക്കെ. അതായത് ഷിപ്പ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചാർജിൻ്റെ പേര് നമ്മൾ വാടക പോലെ അല്ലെങ്കിൽ ഷിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചാർജാണ് ഡെമറേജ് ചാർജ്. അത് നമുക്കറിയാം. അതെന്താണ് ഈ ബാർജ് ചാർജും ഈ ലൈട്രേജ് ചാർജും? ബാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കത്തില്ലേ, അതാണ് നമ്മുടെ ബാർജ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഷിപ്പിലാകുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബാർജ് ചാർജസ് എന്ന് വിളിക്കും. ഓക്കെ, ലൈട്രേജ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോടാ? അതായത് നമ്മുടെ കപ്പലൊക്കെ ഇല്ലേ, വലിയ കപ്പലിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ സാധനം കൊണ്ടുവരുന്നത്. നമ്മൾ ആ കൊണ്ടുവന്ന് ഇറക്കാൻ പോകണം നമ്മുടെ പോർട്ട്. ആ പോർട്ടിന് അത്രയ്ക്ക് ഡെപ്ത് ഇല്ല. ഈ പോർട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? അത് നോക്കി, ഇതാണ് നമ്മുടെ ബേസിക് സീ ലെവൽ, ഇതാണ് നമ്മുടെ സീ ലെവൽ അല്ലേ. നമ്മുടെ കപ്പലെന്ന് പറയുന്നത് ഈ കടലിനെക്കാളും ഇവിടം വരെ കാണും. ഇത് കപ്പലിൻ്റെ മുകൾ ഭാഗം ഇവിടം വരെ കാണും, താഴോട്ടും അത്രയും സ്ഥലം തന്നെ കാണും. അപ്പോൾ ഈ പോർട്ടിലെത്തണമെങ്കിൽ പോർട്ടിന് ഇത്രയും ആഴം വേണം അല്ലേ. അപ്പോൾ ചില കപ്പലുകളുടെ ആഴം ഇത്രയായിരിക്കും. നമ്മുടെ പോർട്ടിൻ്റെ ആഴം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത്രയും ആഴമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ആ കപ്പൽ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് വേറൊരു കൊച്ചു ഷിപ്പിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടാണ് നമ്മുടെ പോർട്ടിൽ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഒന്നുമില്ല, ചില കപ്പലുകളെല്ലാം ഭയങ്കര വലുതാണ്, അതിന് നമ്മുടെ പോർട്ടിൽ വരാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? പോർട്ടിനെക്കാളും കുറച്ച് ദൂരം അകലെ കൊണ്ട് നിർത്തിയിട്ട് വേറൊരു കൊച്ചു കപ്പൽ വിളിച്ചിട്ട് സാധനം ഇങ്ങോട്ട് എത്തിക്കും. അത്രയേ ഉള്ളൂ. ആ കൊച്ചു കപ്പലിന് കൊടുക്കുന്ന ചാർജിൻ്റെ പേരാണെന്ത്? ലൈട്രേജ് ചാർജ്. മനസ്സിലായോടാ? അപ്പോൾ നമ്മുടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനോടൊപ്പം നമ്മുടെ ഈ ഡെമറേജ് ചാർജും ബാർജ് ചാർജും ലൈട്രേജ് ചാർജും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. പ്രശ്നമില്ല. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഷാൾ ഇൻക്ലൂഡ്. വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സിനോട് നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യണമെന്ന്. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആഡ് ചെയ്യും, എങ്കിലും ചുമ്മാ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ നോക്കി? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് ലാൻഡിംഗ് ചാർജസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ടു ദ പ്ലേസ് ഓഫ് ഇമ്പോർട്ടേഷൻ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്യുക, ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ലാൻഡിംഗ് ചാർജസ് ആഡ് ചെയ്യുക, ലോഡിംഗ് അല്ലെങ്കിൽ അൺലോഡിംഗ് ചാർജസ് ആഡ് ചെയ്യുക, പിന്നെ ഇൻഷുറൻസ് എവിടം വരെയുള്ള നമ്മൾ ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന അവിടം വരെയുള്ള ഇൻഷുറൻസ് ചാർജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഈ ലാൻഡിംഗ് ചാർജിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ എഴുതിയിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അല്ല, പക്ഷേ ഈ പഴയ സിലബസ് പഠിക്കുന്ന ആൾക്കാർക്ക്, മുമ്പത്തെ ആ ഒരു ഇത് പഠിച്ചവർക്ക് എന്തെന്നറിയാമോ? നമ്മുടെ ഈ ലാൻഡിംഗ് ചാർജ് നിങ്ങൾ പണ്ടൊരു റൂൾ ഉണ്ടായിരുന്നു, ഈ ലാൻഡിംഗ് ചാർജ് എപ്പോഴും നിങ്ങൾ 1% എടുക്കണം. ലാൻഡിംഗ് ചാർജ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഗുഡ്സിൻ്റെ വാല്യൂൻ്റെ 1% എടുക്കണമെന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൂളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാൻഡിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ലോഡിംഗ് അൺലോഡിംഗ് ചാർജുകളൊക്കെ ഇല്ല, ലോഡിംഗ് ഹാൻഡ്ലിംഗ് ചാർജസ് അങ്ങനെയൊക്കെ. ആ ചാർജസ് ആഡ് ഓൺ ബേസ് ഓഫ് ആക്ച്വൽ എമൗണ്ട് ഇൻകേർഡ്. നമുക്ക് എത്ര എമൗണ്ട് ആണോ ഇൻകർ ചെയ്തത്, നമുക്ക് എന്തെങ്കിലും ലോഡിംഗ് അൺലോഡിംഗ് ചാർജസോ ഹാൻഡ്ലിംഗ് ചാർജസ് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ആ എമൗണ്ട് എടുക്കുക. അല്ലാണ്ട് എല്ലാ ഗുഡ്സിൻ്റെയും 1% നേരത്തെ പറഞ്ഞിരുന്ന ആ 1% എടുക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ 1% ഇല്ല, ഇപ്പോൾ ആക്ച്വൽ എമൗണ്ട് ഇൻകേർഡ് എത്രയാണോ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ എന്തിനെവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ലാൻഡിംഗ് ചാർജ് എടുക്കേണ്ടത് എന്താണ്? ആക്ച്വൽ എമൗണ്ട് എത്രയാണ് ഇൻകേർഡ് അത് എടുത്താൽ മതി. ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നേ നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ് നോക്കി. സർവീസ് ചാർജസ് പെയ്ഡ് ടു ചാനലൈസിങ് ഏജൻറ്റ് ക്യാൻ ബി ആഡഡ്. നമ്മളെ ആ സ്ഥാനം നമ്മളെ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്ന ആ ഒരു അവിടം വരെയുള്ള എന്തെങ്കിലും ഒരു ചാനലൈസിങ് ഏജൻറ്റ് ഉണ്ട്, ഏതെങ്കിലും ഏജൻറ്റ് മുഖേന്ദ്രമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചെങ്കിൽ ആ ചാനലൈസിങ് ഏജൻറ്റ് നമ്മൾ പേ ചെയ്യുന്ന ചാർജസ്, ആ സർവീസ് ചാർജും കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാല്യൂ ഓഫ് ഗുഡ്സിനോടൊപ്പം ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? പ്രശ്നമില്ല. അവിടെ നോക്കി, ഇൻസ്പെക്ഷൻ ഓർ സർട്ടിഫിക്കേഷൻ ചാർജസ്. അതായത് നമ്മുടെ ഗുഡ്സിന് എന്തെങ്കിലും ഇൻസ്പെക്ഷനോ സർട്ടിഫിക്കേഷനോ ഒക്കെ ഉണ്ട്. ആ സർട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻറ്റ് വഴിയാണ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്പെക്ഷൻ ചാർജും സർട്ടിഫിക്കേഷൻ ചാർജും ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് കുറച്ച് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കുറച്ച് റൂളുണ്ട്, ഇന്ന ക്വാണ്ടിറ്റിയിലുള്ള പെസ്റ്റിസൈഡ്സ് മാത്രമേ അയക്കാവൂ, ഇത്ര കെമിക്കൽ വാല്യൂ, അതിൻ്റെ pH വാല്യൂ ഇത്രയിൽ കൂടുതലുണ്ടെങ്കിൽ അത് അയക്കരുത്, അതിനകത്ത് ഇന്ന ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ ആ പുറത്തെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകണ ആ പെസ്റ്റിസൈഡ്സിൽ അതൊന്നും ഇല്ലാണ്ട് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഏജൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ പറയുന്ന ഇന്ന ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇതിനകത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അവർ ആ ടെസ്റ്റുകളൊക്കെ നടത്തും.
അങ്ങനെയാണെങ്കിൽ ആ ഏജൻറ്റിന് കൊടുക്കുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ചാർജസ് ഇഫ് കോൺട്രാക്ട് സ്പെസിഫൈ ഫോർ സർട്ടിഫിക്കേഷൻ ബൈ ഇൻഡിപെൻഡൻറ്റ് ഏജൻറ്റ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് then charges incurred on such inspections are includable in assessable value. ആ വാല്യൂ നമുക്ക് ആ ചാർജസ് നമുക്ക് അസസബിൾ വാല്യൂവിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, 5 പോയിന്റ് പഠിച്ചില്ലേ? ഇനി ആറാമത്തെ പോയിന്റ് എന്തുകൊണ്ട് പഠിക്കാൻ? ആറാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞേ, അതിൽ നോക്കാതെ തന്നെ പറഞ്ഞ ആറാമത്തെ പോയിന്റ് എന്താണെന്ന്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എയറിലൂടെയോ സീയിലൂടെയാണ് വരുന്നതെങ്കിൽ അത് ഗിവൺ ആണെങ്കിലും നോട്ട് ഗിവൺ ആണെങ്കിലും വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എയറിലൂടെയാണ് വരുന്നത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോവർ ഓഫ് ദ ഫോളോയിങ് ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ 20% ഓഫ് FOB എടുക്കുക. തന്നിട്ടില്ലെങ്കിൽ 20% ഓഫ് FOB. സീലാണെങ്കിൽ അത് പറയേണ്ട കാര്യം പോലും ഇല്ല, 20% ഓഫ് FOB അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഗിവൻ. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിന്റ് എന്താ നോക്കി. ഏഴാമത്തെ പോയിന്റ് ഇച്ചിരി പ്രശ്നമാണ്, നമുക്ക് നോക്കാം. ഇഫ് FOB വാല്യൂ ഈസ് നോട്ട് നോൺ, അതായത് FOB വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. FOB വാല്യൂ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് FOBയും ഇൻഷുറൻസും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ടാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ എമൗണ്ട് ഇൻക്ലൂഡ് ഇൻഷുറൻസ് ഓൾസോ. ആ എമൗണ്ട് FOB എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആ എമൗണ്ടിനകത്ത് ഇൻക്ലൂഡ് ഇൻഷുറൻസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. FOB വാല്യൂ 1 lakh rupees ഇൻക്ലൂസീവ് ഓഫ് ഇൻഷുറൻസ്. FOB വാല്യൂ 1 lakh rupees ഇൻക്ലൂസീവ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ FOB വാല്യൂ തന്നിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഇൻഷുറൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ആഡ് ചെയ്തിട്ടില്ല? ട്രാൻസ്പോർട്ടേഷൻ, ഫ്രൈറ്റ് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രൈറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഫ്രൈറ്റ് എങ്ങും തന്നിട്ടില്ല, എത്ര രൂപയാണെന്നൊന്നും തന്നിട്ടില്ല. അപ്പോൾ അടുത്ത പ്രൊവിഷൻ ആപ്ലിക്കബിളായി. ഫ്രൈറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ എത്ര % എടുക്കണം? 20% എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തിൻ്റെ? FOBയുടെ. പക്ഷേ ഇവിടെ FOB വാല്യൂ തന്നിട്ടില്ല. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? FOB പ്ലസ് ഇൻഷുറൻസ് ആണ് അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ അടുത്ത റൂള് റൂൾ 10 റൂൾ 10(2)ൻ്റെ പ്രൊവിസോ 3 പറഞ്ഞിരിക്കുന്നത്. പ്രൊവിസോ 3 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാടാ? ഒന്നുമില്ല, നിങ്ങൾ ആ കമ്പൈൻഡ് വാല്യൂവിൻ്റെ തന്നെ 20% എടുത്തോ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറയാം. ഇതെല്ലാം മാച്ചുകളാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് FOB വാല്യൂവിനോടൊപ്പം ഇൻഷുറൻസും കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് FOB വാല്യൂ 1 lakh rupees ഇൻക്ലൂസീവ് ഓഫ് ഇൻഷുറൻസ്. FOB വാല്യൂ 1 lakh rupees ഇൻക്ലൂസീവ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ആ 1 lakh rupeesനകത്ത് എന്തുണ്ട്? FOB ഉണ്ട്, ഇൻഷുറൻസും ഉണ്ട്. ഓക്കെ, അതിനോടൊപ്പം നമുക്കിനി എന്നാൽ ഫ്രൈറ്റും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ CIF കിട്ടും. ഫ്രൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കും ഫ്രൈറ്റിൻ്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഫ്രൈറ്റിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. ഒന്നും പറഞ്ഞിട്ടില്ല, ഫ്രൈറ്റും ഇൻഷുറൻസും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്രൈറ്റിന് നമ്മൾ എത്ര എടുക്കണം? 20% എടുക്കണം. ഓക്കെ, ഇൻഷുറൻസിന് എത്ര എടുക്കണം? 1.25% എടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ട, കാരണം ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് ആണ്. ഫ്രൈറ്റ് മാത്രം എടുത്താൽ പോരെ? ആ ഫ്രൈറ്റ് നമ്മൾ സാധാ എടുക്കുന്ന FOBയുടെ 20% ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് FOB പ്ലസ് ഇൻഷുറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ആ FOB പ്ലസ് ഇൻഷുറൻസിൻ്റെ 20% എടുത്തോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇഫ് FOB ഈസ് നോട്ട് നോൺ, സ്പെസിഫിക് ആയിട്ട് FOB എത്രയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ സം ഓഫ് FOB ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓർ ഇൻഷുറൻസ് ആർ ഗിവൺ. അതായത് സം ഓഫ് FOBയും ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ സം ഓഫ് FOBയും ഇൻഷുറൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഇൻഷുറൻസ് ഈസ് ഈക്വൽ ടു 20% ഓഫ് FOB പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഈക്വൽ ടു, ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 20% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ എടുക്കാൻ? FOBയുടെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് FOB പ്ലസ് ഇൻഷുറൻസ് ആണെങ്കിൽ അതെടുത്തോ. ഓക്കെ അല്ലേ? അതേ സെയിം സാധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഷുറൻസ് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ നമ്മൾ 1.25% ഓഫ് FOB ആണ് എടുക്കാനുള്ളത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് FOB പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നിങ്ങൾ FOB പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ എടുത്തോ. സിമ്പിൾ കാര്യമല്ലേ? ഒന്നുമില്ലല്ലോ. നമ്മുടെ പണി കുറച്ചും കൂടെ എളുപ്പമാക്കി. അതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതിൻ്റെ 20%ഉം 1.25%ഉം നിങ്ങൾ എടുത്തോ. ഓക്കെ അല്ലേടാ? അപ്പോൾ റൂൾ 10 കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് റൂൾ 4ഉം 5ഉം 6ഉം 7ഉം അങ്ങനെ കുറച്ച് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ. ഈ അസബിൾ വാല്യൂ, ഈ റൂൾസും കാര്യങ്ങളും, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളും, നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി, നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് തറവാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റൂൾസ് പഠിക്കാം, ആ റൂൾസിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, നമുക്ക് ടെസ്റ്റിലേക്ക് പോകാം. ഇതാ വന്നു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, from the particulars given below, find out the assessable value of the imported goods under Customs Act 1962. ഓക്കെ, കസ്റ്റംസ് ആക്ട് 1962 പ്രകാരം നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഈ ഗുഡ്സിൻ്റെ, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ അസസബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അസസബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കോസ്റ്റ് ഓഫ് ദ മെഷീൻ അറ്റ് ഫാക്ടറി ഓഫ് എക്സ്പോർട്ടഡ് കൺട്രി, അതായത് എക്സ് ഫാക്ടറി പ്രൈസാണ് അവർ തന്നിരിക്കുന്നത്. എത്ര?
$10,000. അപ്പോൾ US ഡോളറാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഇടേണ്ടി വരും. ഓക്കെ, 10,000 റുപ്പീസാണ്, സോറി $10,000. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇൻകേർഡ് ബൈ ദ എക്സ്പോർട്ടർ ഫ്രം ഫാക്ടറി ടു ദ പോർട്ട് ഓഫ് ഷിപ്പിംഗ്. ഫാക്ടറിയിൽ നിന്നും ഷിപ്പിംഗ് പോർട്ട് വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആഡ് ചെയ്യാമോ? ആഡ് ചെയ്യണം. ആഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമോ? എവിടെ പറഞ്ഞു? റൂൾ 10 പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദ മെഷീൻ ഇൻ ദ ഷിപ്പ്. ഷിപ്പിൽ നമ്മൾ ആ മെഷീൻ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? ഒരു ഹാൻഡ്ലിംഗ് ചാർജ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതും ആഡ് ചെയ്യണം. ചെയ്യണ്ടേ? ഉണ്ട്, നമ്മുടെ റൂൾ 10 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈയിങ് കമ്മീഷൻ പെയ്ഡ് ബൈ ദ ഇമ്പോർട്ടർ. കമ്മീഷൻ പേ ചെയ്തു ഇമ്പോർട്ടർ. എന്ത് കമ്മീഷൻ? ബൈയിങ് കമ്മീഷനാണ്. അത് ആഡ് ചെയ്യണോ? വേണ്ട. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ എല്ലാ കമ്മീഷൻസും ആഡ് ചെയ്തോ, പക്ഷേ എക്സെപ്റ്റ് ബൈയിങ് കമ്മീഷൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈയിങ് കമ്മീഷൻ പെയ്ഡ് ബൈ ദ എക്സ്പോർട്ടർ. അപ്പോൾ ഈ 50 രൂപ നമ്മൾ ആഡ് ചെയ്യില്ല. 50 രൂപയല്ല, $50 നമ്മൾ ആഡ് ചെയ്യില്ല. ഓക്കെ, ഫ്രൈറ്റ് ചാർജസ് ഫോർ എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ. ഫ്രൈറ്റ് ചാർജസ് ഫ്രം എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ. എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള ഫ്രൈറ്റ് ചാർജസ് എത്ര രൂപയാണ്? ഒരു 1,000 റുപ്പീസ്. അതും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യാം. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് ടു ബി കൺസിഡേർഡ് $1.65. ഓക്കെ, $1 65 രൂപയാണെന്ന് നിങ്ങൾ എടുത്തോളാൻ. ഇവിടെ ഡേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളെ കുഴപ്പിച്ചിട്ടൊന്നുമില്ല. ഒറ്റ റേറ്റേ തന്നിട്ടുള്ളൂ. ആ റേറ്റിന് എടുത്തോളാൻ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ആദ്യമേ എക്സ് ഫാക്ടറി പ്രൈസ് എടുത്തു $10,000. ഓക്കെ, അതിനോടൊപ്പം എന്തെടുക്കാം? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എടുക്കാം 500. ഓക്കെ, അതിനോടൊപ്പം എന്തെടുക്കാം? ഹാൻഡ്ലിംഗ് ചാർജ് എടുക്കാം 50. അതിനോടൊപ്പം നമുക്ക് എന്തെടുക്കാം? ബൈയിങ് കമ്മീഷൻ എടുക്കാം. എടുത്താൽ അടിയപ്പം കൊള്ളും. അത് എടുക്കരുത്. എന്തുകൊണ്ടാണ് അത് എടുക്കരുതെന്ന് നമ്മുടെ റൂൾ 10 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000, 10,500, 10,550. അപ്പോൾ ഈ 10,550 റുപ്പീസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു പേര് വിളിക്കാം. എന്ത്? FOB എന്ന് വിളിക്കാം. ഫ്രീ ഓൺ ബോർഡ് എന്ന് വിളിക്കാം അല്ലേ? കാരണം നമ്മുടെ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത്, റൂൾ 10 എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത്, ആ FOBയോടൊപ്പം എന്ത്? ഫ്രൈറ്റും ഇൻഷുറൻസും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CIF കിട്ടുന്നത്. ഇവിടെ ഫ്രൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1000. അത് നമുക്ക് എഴുതാം. ഓക്കെ, 1000 നമ്മൾ ആഡ് ചെയ്തു. പക്ഷേ എന്ത് തന്നിട്ടില്ല? നമ്മുടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത റൂൾ വരും. ഇൻഷുറൻസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ലെങ്കിൽ എന്ത്? 1.125% ഓഫ് FOB വാല്യൂ. FOB വാല്യൂവിൻ്റെ 1.125%. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചേ ഉള്ളൂ. അപ്പോൾ FOB വാല്യൂ എത്രയാണ്? 10,000 പ്ലസ് 500 പ്ലസ് 50. ഇതാണ് നമ്മുടെ എന്ത്? FOB വാല്യൂ. ആ FOB വാല്യൂവിനോടൊപ്പം ഇൻറ്റു എത്ര? 1.125%. എത്ര കിട്ടി? 118.687 എന്ന് കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഇതിനോടൊപ്പം നമ്മുടെ FOB ആയിട്ടുള്ള എത്ര? 10,550 ആഡ് ചെയ്തു. 1000 രൂപ ഫ്രൈറ്റും ആഡ് ചെയ്തു. എത്ര കിട്ടി? 11,668.6875 എന്ന് കിട്ടി. ഇത്ര എന്ത്? ഡോളേഴ്സ് അല്ലേ? ഇത്രയും ഡോളേഴ്സ് അല്ലേ? നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അവർ തന്നിട്ടുണ്ട് 65 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 65 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 7,58,464.875 റുപ്പീസ് കിട്ടി. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? അസസബിൾ വാല്യൂ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഓക്കെ അല്ലേ? ഇത് വൃത്തിയായിട്ട് എഴുതുക. എങ്ങനെ എഴുതണം? പർട്ടിക്കുലേഴ്സ് വർക്കിംഗ് എമൗണ്ട്. അങ്ങനെ എഴുതാം. പർട്ടിക്കുലേഴ്സ് വർക്കിംഗ് എമൗണ്ട്. ഒരു പർട്ടിക്കുലേഴ്സ് എഴുതുക, അതിൻ്റെ വർക്കിംഗ് കാണിക്കുക, അപ്പുറത്തെ എമൗണ്ട് എഴുതുക. പർട്ടിക്കുലേഴ്സ് വർക്കിംഗ് എമൗണ്ട്. അങ്ങനെ വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കാണിക്കേണ്ട കാര്യം പോലില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേടാ. നോക്കി, ആദ്യമേ കോസ്റ്റ് ഓഫ് മെഷീൻ എഴുതി 10,000 രൂപ. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? പർട്ടിക്കുലേഴ്സ് ഇവിടെ, വർക്കിംഗ് ഇവിടെ, ഇപ്പുറത്താണ് വാല്യൂ എമൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ നീറ്റ്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് മെഷീൻ എത്ര? $10,000. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അത് ഷിപ്പിംഗ് ചെയ്യുന്ന സ്ഥലം വരെ ഉള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തു. എത്ര? 500. ഹാൻഡ്ലിംഗ് ചാർജ് 50. പിന്നെ അടുത്തൊരു ചാർജ് അവിടെ കിടപ്പുണ്ട്. എന്താണ്? നമ്മുടെ ബൈയിങ് കമ്മീഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വർക്കിങ്ങിനകത്ത് എഴുതാം ബൈയിങ് കമ്മീഷൻ കനോട്ട് ബി ഇൻക്ലൂഡഡ്. ഓക്കെ, ബൈയിങ് കമ്മീഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്ക്ലൂഡ് ചെയ്തു. ഈ വാല്യൂ നമുക്ക് എന്തെന്ന് വിളിക്കാം? FOB എന്ന് വിളിക്കാം. ഓക്കെ, ഈ FOBയോടൊപ്പം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? പറ, എന്തൊക്കെ? അതാണ് ബൈയിങ് കമ്മീഷൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ അല്ല, ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, ഇനി FOBയോടൊപ്പം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ഫ്രൈറ്റും ഇൻഷുറൻസും. ഓക്കെ, ഫ്രൈറ്റിൻ്റെ എമൗണ്ട് അവർ തന്നിട്ടുണ്ട് 1000. അത് നമ്മൾ നേരിട്ട് എഴുതി. ഇൻഷുറൻസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ നോട്ട് ഗിവൺ ആണെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? 1.125% എടുക്കണം. ഓക്കെ, ആ 1.125% ഓഫ് എന്ത്? FOB എത്ര? 10,550. 10,550ൻ്റെ 1.125% എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നേരത്തെ ചെയ്തതാണ്. എത്ര? 180.6875 കിട്ടും. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11,668.6875 കിട്ടി. അതിനെ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ ഇന്ത്യൻ റുപ്പി ആയിട്ടുള്ള 65 കൊണ്ട് ചെയ്യുമ്പോൾ 7,58,465 കിട്ടി. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അങ്ങനെയാണെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാതെ എക്സാമ്പിൾ 2ലേക്ക് കിടക്കാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് മൊത്തം US ഡോളേഴ്സിലാണ്
അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ തരുമെന്ന് അറിയാമോ? കുറേ എമൗണ്ട് US ഡോളേഴ്സിൽ തരും, ഒരു എമൗണ്ട് ഒരു ചെറിയ എമൗണ്ട് എങ്ങാനും ഇന്ത്യൻ റുപ്പീസിൽ തരും. അങ്ങനെ ഇന്ത്യൻ റുപ്പീസ് തരികയാണെങ്കിൽ നമ്മളത് US ഡോളറാണെന്ന് പറഞ്ഞ് എടുക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം അതിന് ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. നമ്മുടെ ആൻസർ മൊത്തം തെറ്റും, മാർക്ക് മൊത്തം പോകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും കറൻസി ശ്രദ്ധിച്ചോണം. നമ്മൾ പണ്ട് മാത്സ് ചെയ്യുമ്പോൾ ഓർമ്മയില്ലേ, എല്ലാം ഒരു യൂണിറ്റിലായിരിക്കണം. അതായത് 1 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കും, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കും, അല്ലേ? അതുപോലെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു കറൻസിയിൽ വേണം ചെയ്യാൻ. അത് ശ്രദ്ധിക്കുക. ഒരു കറൻസിയിൽ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെ പിന്നെ കൺവേർട്ട് ചെയ്യണോ, പിന്നെ കൺവേർട്ട് ചെയ്യണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? XYZ ലിമിറ്റഡ് ഇമ്പോർട്ടഡ് സർട്ടൺ എക്യുപ്മെൻറ്റ്സ് ഫ്രം ജപ്പാൻ അറ്റ് ആൻ FOB കോസ്റ്റ് ഓഫ് 2 lakh yen. ഓക്കെ, ജപ്പാൻ്റെ കറൻസിയാണ്. 2 lakh ആണ് നമ്മുടെ FOB. ഏതൊരു സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ അതർ എക്സ്പെൻസസ് ഇൻക്ലൂഡ്, ബാക്കി എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് ഫ്രം ജപ്പാൻ ടു ഇന്ത്യ പോർട്ട് എത്രയാണ്? 20,000 yen. ഓക്കെ, 20,000 അത് ജപ്പാൻ്റെ കറൻസിയിലാണ്. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഇൻഷുറൻസ് പെയ്ഡ് ടു ദ ഇൻഷുറർ ഇൻ ഇന്ത്യ എത്രയാണ്? 10,000 rupees ഇന്ത്യൻ റുപ്പിയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ എമൗണ്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണോ വേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് ചെയ്യേണ്ട. ഇത് 10,000 എന്ത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ്. ഈ സാധനം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺവേർട്ട് ചെയ്താൽ മതി. ഏത്? ജപ്പാനിലെ കറൻസിയിൽ തന്നിട്ടുള്ള സാധനങ്ങളുടെ മാത്രം നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കറൻസി കൺവേർട്ട് ചെയ്താൽ മതി. ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട. അത് എപ്പോഴും ഓർത്ത് വെച്ചിട്ട് വേണം കണക്ക് ചെയ്യാൻ. അടുത്ത ഡിസൈനിങ് ചാർജസ് പെയ്ഡ് ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ 30,000 yen. ഓക്കെ, ഡിസൈനിങ് ചാർജസ് ഉണ്ട്. അത് എവിടെയാണ്? കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാനിൽ തന്നെയാണ്. ഓക്കെ, ആ സാധനം നമ്മൾ ഇന്ത്യയിലാണ് കൊണ്ടുവന്ന് ഡിസൈനിങ് ചാർജ് കൊടുത്തിരുന്നെങ്കിൽ അത് നമ്മൾ കൂട്ടൂല. ജപ്പാനിലാണെങ്കിൽ മാത്രമേ കൂട്ടൂ. പറഞ്ഞേ, ഓർമ്മയുണ്ടോ? നമ്മൾ ആ ഡിസൈനിങ് ചാർജ്, സ്കെച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഔട്ട് സൈഡ് ഇന്ത്യ ആയിരിക്കണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഔട്ട് സൈഡ് ഇന്ത്യ ആണ്. ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, മിസ്റ്റർ XYZ ഇൻഡസ്ട്രീസ് had expended 1 lakh Indian rupees for certain development activities with respect to the imported equipment. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസൈനിങ് ചാർജ് അവിടെ കൊടുത്തു, ജപ്പാനിൽ കൊടുത്തു 30,000 yen ആണ്. പക്ഷേ അതുപോലെ എന്തോ ഒരു സർട്ടൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പൈസ കൊടുത്തു. എത്ര? 1 lakh rupees. അത് നമ്മൾ എടുക്കുമോ? ഇല്ല. ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞോളൂ. നമ്മുടെ ഈ ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഔട്ട് സൈഡ് ഇന്ത്യ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക, ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ ആഡ് ചെയ്യരുത്. അപ്പോൾ ഈ 1 lakh rupees നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, XYZ ഇൻഡസ്ട്രീസ് ഹാസ് ഇൻകേർഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം മുംബൈ പോർട്ട് ടു ദ ഫാക്ടറി ഓഫ് കർണാടക. മുംബൈ പോർട്ടിൽ നിന്നും കർണാടക വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ 30,000 രൂപ ആഡ് ചെയ്യണോ? നിങ്ങൾ പറ. അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റൂടാ? അത് നമ്മൾ കസ്റ്റം പോർട്ടിൽ നിന്നെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നമ്മുടെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയപ്പോൾ ചിലവാണ്. അതിനെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? അതിനെ ആഡ് ചെയ്യരുതെന്ന് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പോർട്ട് വരെ വരുന്ന, അല്ലേ, നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഫാക്ടറി എവിടെയാണോ അവിടുന്ന് നമ്മുടെ പോർട്ട് വരെ വരുന്ന കാര്യങ്ങൾ മാത്രമേ CIF FOB വാല്യൂനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ വാല്യൂ ഒന്നും നമ്മൾ ആഡ് ചെയ്യൂല. അപ്പോൾ അതും വിട്ട്. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഹാഡ് നോട്ടിഫൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 14(3) ഓഫ് കസ്റ്റംസ് ആക്ട് 1962 exchange rate of 1 yen is 0.3948 rupees. The interbank rate was 1 yen is equal to 0.4 rupees. അതായത് നമ്മുടെ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ നമ്മുടെ എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു yen ഇന്ത്യൻ റുപ്പീസ് 0.394 തരൂ. പക്ഷേ നമ്മുടെ ബാങ്കുകൾ മേടിക്കുന്ന എത്രയാണ്? 0.4 ആണ്. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്താണോ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. 0.3948 rupees നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു yen എടുക്കേണ്ടത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഇതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മിസ്റ്റർ XY ഇൻഡസ്ട്രീസ് ഹാസ് എഫക്റ്റഡ് പേയ്മെൻറ്റ് ടു ദ ബാങ്ക് ബേസ്ഡ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് 1 yen is equal to 0.415. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തില്ല, നമ്മുടെ സാധനം ഇമ്പോർട്ട് ചെയ്ത് അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയേക്കുന്ന ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.4150 ആണെങ്കിൽ നമുക്കെന്ത്? പക്ഷേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് എടുക്കൂ? ഈ റേറ്റ് എടുക്കൂല. CBEC സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് പറയുന്ന നമ്മുടെ 0.394% റേറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? എടുക്കത്തുള്ളൂ. ഓക്കെ, കമ്മീഷൻ പേയബിൾ ടു ദ ഏജൻറ്റ് ഇൻ ഇന്ത്യ വാസ് 5% ഓഫ് FOB കോസ്റ്റ്. FOBയുടെ 5% ആണ് കമ്മീഷനായിട്ട് പേ ചെയ്യുന്നത്. ബൈങ് കമ്മീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, FOBയുടെ 5% ആണെന്ന് പറഞ്ഞാൽ കമ്മീഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എടുക്കാം. കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യൻ റുപ്പിയിൽ എത്രയാണോ അതിൻ്റെ 5%. ഓക്കെ, arrive at the assessable value for the purpose of custom duty under Customs Act 1962. Provide brief notes where required വിത്ത് അപ്രോപ്രിയേറ്റ് അസംഷൻസ് വല്ല എടുക്കണമെങ്കിൽ എടുക്കുക. നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അസസബിൾ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വസ്റ്റിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്.
പ്രശ്നമില്ല, നമ്മൾ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ ആൻസർ വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? ആദ്യമേ എന്തെടുക്കണം? നമ്മുടെ അവർ നമുക്ക് തരുന്ന പ്രൈസ് എത്രയാണ്? 2 lakh yen-ലാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 lakh yen എടുത്തു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ റൂൾ 10 പ്രകാരം, റൂൾ 10(1) പ്രകാരം ആഡ് ചെയ്യേണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യണം. ഒന്നാമത്തെ ഐറ്റം, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് ഫ്രൈറ്റ് ആണ്. അത് നമുക്ക് പിന്നെ എടുക്കാം. ഇൻഷുറൻസ് പിന്നെ എടുക്കാം. രണ്ടാം സാധനം ഡിസൈനിങ് അല്ലേ? അപ്പോൾ ഡിസൈനിങ് ചാർജ് എത്ര എടുക്കാം? 30,000 yen. ഓക്കെ, അത് ട്രീറ്റ് ചെയ്യണോ? ട്രീറ്റ് ചെയ്യണ്ടേ? ട്രീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? അത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തു നിന്നാണ് ആ ഡിസൈനിങ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഡെവലപ്മെൻറ്റ് ചാർജ്, അത് നമ്മൾ ട്രീറ്റ് ചെയ്യൂല. എന്തുകൊണ്ടാണ്? അത് ഇന്ത്യയിൽ വന്നാണ് നടത്തിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല. അടുത്ത പറഞ്ഞിരിക്കുന്ന ഐറ്റം എന്താണ്? ഡിസൈനിങ് ചാർജ്, ഡെവലപ്മെൻറ്റ്. നിങ്ങൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് റോ ട്രാൻസ്പോർട്ടേഷൻ. മുംബൈയിൽ നിന്നും ആ പോർട്ടിൽ നിന്നും മുംബൈ വരെ, അവരെ ഫാക്ടറി വരെ കൊണ്ടുപോകാൻ, മുംബൈയിൽ നിന്നും കർണാടക വരെ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ. അതെടുക്കണോ? വേണ്ട, അതെടുക്കേണ്ട, നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല. അതിൻ്റെ റിമാർക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കമ്മീഷൻ. അത് കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് CBSEയുടെ റേറ്റ് ആണ്. അത് നമുക്ക് എടുക്കാം. താഴെ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കമ്മീഷൻ എത്രയാണ്? 10,000. അതെങ്ങനെയാണ് വന്നത്? അതായത് FOB വാല്യൂ എത്രയാണോ ആ FOB വാല്യൂവിൻ്റെ 5% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? FOB വാല്യൂ 2 lakh rupees, അതിൻ്റെ 5% ആയിട്ടുള്ള 10,000 rupees നമ്മളെടുത്തു. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം കൂടെ കൂട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? FOB വാല്യൂ ഓഫ് കസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. എത്രയാണ്? 2 lakh 30,000, 10,000, 2 lakh 40,000. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഇനി ഇതിനോടൊപ്പം ഫ്ലൈറ്റ് ടു ഇൻഷുറൻസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത്? നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് 10,000 രൂപ തന്നിരിക്കുന്നത് ഇന്ത്യൻ റുപ്പിയിലും ഫ്ലൈറ്റ് തന്നിരിക്കുന്നത് 20,000 yen-ലുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഈ 10,000-ന് ഇന്ത്യൻ ഫോറിൻ കറൻസിയിലോട്ട് മാറ്റുക, എന്നിട്ട് ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതായിരിക്കും. ഓക്കെ, എത്രയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വന്നാൽ 2,40,000 അവരുടെ ജപ്പാൻ കറൻസി. ഓക്കെ, ഇനി നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എത്ര എടുക്കേണ്ട? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കേണ്ടത് 0.398. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സൈസ് ആൻഡ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റേറ്റ് എടുത്തു. 2,40,000 rupees-നെ 0.3948 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 94,752 rupees. 94,752 rupees. ഓക്കെ, ഇതാണ് FOB വാല്യൂ നമ്മൾ ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റിയപ്പോൾ. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ഇൻഷുറൻസും ഫ്ലൈറ്റും ആഡ് ചെയ്യണം. അതിൽ ഒരൈറ്റം ഏതാണ്? ഇൻഷുറൻസ് അവർ 10,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തതിനകത്ത് ഇൻഷുറൻസ് 10,000 അതുപോലെ ആഡ് ചെയ്തു. ഫ്ലൈറ്റിന് എന്ത് ചെയ്യണം? ആ ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് അതുപോലെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഫ്ലൈറ്റ് തന്നിരിക്കുന്നത് 20,000 yen എന്നല്ലേ? അത് അതുപോലെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യൻ റുപ്പിയിലോട്ട് മാറ്റണ്ടേ? കാരണം എല്ലാം ഒരുപോലെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ ആ 20,000 ഇൻറ്റു 0.3948 ചെയ്യുമ്പോൾ നമുക്ക് 7,896 കിട്ടും. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ എന്ത്? അസബിൾ വാല്യൂ. പ്രശ്നമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് 3ഉം അടുത്ത 4ഉം നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 5. കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മൾ ആദ്യമേ പഠിച്ച ആ ഡേറ്റിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ 5 വരുന്നുണ്ട്. അതും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 6, 7 അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ബാക്കി റൂളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 5 കൂടെ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. 5 നോക്കി. കമ്പ്യൂട്ട് ദ അസബിൾ വാല്യൂ ആൻഡ് കസ്റ്റം ഡ്യൂട്ടി പേബിൾ ഫോർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ അസബിൾ വാല്യൂവും കസ്റ്റം ഡ്യൂട്ടിയും കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണിക്കാം. FOB വാല്യൂ ഓഫ് ദ മെഷീൻ 80,000 UK pound. ലണ്ടനിലെ പൗണ്ടാണ്. എത്രയാണ്? 80,000 pound. ഓക്കെ, ഫ്ലൈറ്റ് പേ ചെയ്തത് എവിടെ കൂടെയാണ്? എയറിലൂടെയാണ്. പ്രശ്നം. ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ എയറിലൂടെയാണ്. തന്നിട്ടുണ്ടെങ്കിൽ 20% എടുക്കുക. തന്നിട്ടുണ്ടെങ്കിൽ 20% കണ്ടുപിടിച്ചിട്ട് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവർ ഏതാണോ അതെടുക്കുക. ഓർമ്മയുണ്ടോ? 6th പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം എയറിലൂടെയാണോ അല്ല ഷിപ്പിലൂടെയാണോ. എയറിലൂടെയാണെങ്കിൽ തന്നിട്ടുണ്ടോ തന്നിട്ടില്ലേ നോക്കണം. തന്നിട്ടില്ലെങ്കിൽ 20% എടുക്കാം. FOBയുടെ 20% എടുക്കാം. തന്നിട്ടുണ്ടെങ്കിൽ FOBയുടെ 20% എടുക്കുക. അതുപോലെ ആക്ച്വൽ എമൗണ്ട് നോക്കുക. വിച്ച് എവർ ഈസ് ലോവർ വേണം ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ FOB കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 20% കണ്ടുപിടിച്ചിട്ട് അത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ വേണം എടുക്കാൻ. ഓക്കെ, ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാർജസ് പെയ്ഡ് ഇൻ UK-യിലായതുകൊണ്ട് നമ്മളത് എടുക്കും. കമ്മീഷൻ പേബിൾ ടു ലോക്കൽ ഏജൻറ്റ് 2% ഓഫ് FOB ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഏതോ ഒരു ലോക്കൽ ഏജൻറ്റിന് കമ്മീഷൻ കൊടുക്കാനുണ്ട്. 2% ആണ്. അത് ഇന്ത്യൻ റുപ്പിയിലാണ് കൊടുക്കാനുള്ളത്. ഇന്ത്യൻ റുപ്പിയിൽ കൊടുത്തോട്ടെ, അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കറൻസിയിൽ 2% വെച്ച് എടുക്കും. സിമ്പിൾ അല്ലേടാ. ഇന്ത്യൻ റുപ്പിയിലായിരിക്കും കമ്മീഷന് ഏജൻറ്റിന് കമ്മീഷൻ കൊടുത്തിട്ടുള്ള. അതിന് നമുക്കൊന്നുമില്ല. ഇന്ത്യൻ റുപ്പിയിലായാലും ഫോറിനിലായാലും നമ്മൾ എത്രയാണോ ആ പെർസെൻറ്റേജ് വെച്ച് നോക്കിയിട്ട് സംഭവം എത്ര എടുക്കും. അവിടെ ബൈങ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ബൈങ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടില്ല.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനിയാണ് നമ്മൾ ആദ്യമേ പഠിച്ച ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ വരുന്നത്. ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി. ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് എന്നാണ് 24/10/2017, 24/10/2017. ഓക്കെ, അന്നത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 12%, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 68 rupees per pound ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ് തരുന്ന ഡേറ്റ് എന്നാണ്? ബേസിക് കസ്റ്റം ഡ്യൂട്ടിക്ക് 18%, തന്നിരിക്കുന്ന ഡേറ്റ് 20/10. ബേസിക് കസ്റ്റം ഡ്യൂട്ടി റേറ്റ് 18%, നമ്മുടെ CBSE നോട്ടിഫൈ ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 70 rupees per pound ആണ്. ഓക്കെ, പ്രശ്നം വന്നു. ഇങ്ങനെയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുക്കുമ്പോൾ നമ്മൾ 2 ഡേറ്റ് നോക്കും. ആ 2 ഡേറ്റിൽ ലേറ്റർ നടന്നതാണോ അത് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, അല്ലേ? 2 ഡേറ്റ് ഏതൊക്കെയാണ്? ബിൽ ഓഫ് എൻട്രിയും എൻട്രി ഇൻവേർഡും. ഈ 2 ഡേറ്റ് നോക്കും, വിച്ച് എവർ ഈസ് ലേറ്റർ. അപ്പോൾ ബിൽ ഓഫ് എൻട്രി തന്നിട്ടുണ്ട്, എൻട്രി ഇൻവേർഡ് തന്നിട്ടുണ്ട്. 24/10, 20/10, വിച്ച് എവർ ഈസ് ലേറ്റർ? 24/10 ഈസ് ലേറ്റർ. അങ്ങനെയാണെങ്കിൽ 24/10യുടെ റേറ്റ് എത്രയാണ്? 12%. 12% ആണ് നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി. അപ്പോൾ ഇത് നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ബിൽ ഓഫ് എൻട്രി എന്ത് കിട്ടിയോ അന്നത്തെ റേറ്റ് ആണ് എടുക്കേണ്ടത്. അതിനകത്ത് വേറെ 2 ഡേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ ബിൽ ഓഫ് എൻട്രി എന്നാണ് കിട്ടിയത്, അതും ഇതേ ഡേറ്റ് തന്നെ 24/10/2017. അന്നത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ 68. അപ്പോൾ 68 വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇതേ ഉള്ളൂ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി IGST പേ ചെയ്യാനുണ്ട് ഒരു 18%. ഇൻഷുറൻസ് ചാർജ് ആക്ച്വലി പെയ്ഡ് ബട്ട് ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ. ഇൻഷുറൻസ് ചാർജ് പേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എടുക്കും ഇൻഷുറൻസ് 1.125% ഓഫ് ഫ്രൈറ്റ്. എടുക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. 1.125% ഓഫ് FOB. എല്ലാം കൂടെ തിരിഞ്ഞു പോകണം, സോറി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ആദ്യമേ നമ്മുടെ ആ മെഷീനറിയുടെ വാല്യൂ, മെഷീൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, മെഷീൻ്റെ വാല്യൂ എത്രയാണ്? മെഷീൻ്റെ വാല്യൂ 800 pounds ആണ്. അത് നമ്മൾ എഴുതി. അതിന് നമ്മൾ ബേസിക് FOB എന്ന് വിളിച്ചു. അതിനോടൊപ്പം റൂൾ 10 പ്രകാരം പറയുന്ന കുറേ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആക്ച്വൽ FOB ആസ് പെർ കസ്റ്റംസ് കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന ഫ്രൈറ്റ് ആണ്, അത് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യും. ഡിസൈനിങ് ചാർജ് എടുക്കാം. ഡിസൈനിങ് ചാർജ് എടുത്തു, പെയ്ഡ് 500 pound, അത് നമ്മൾ എടുത്തു. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസൈനിങ് ചാർജ് കഴിഞ്ഞു. കമ്മീഷൻ എടുക്കാം. ലോക്കൽ ഏജൻറ്റിനാണ് 2% ആണ് കൊടുക്കേണ്ടത്. പക്ഷേ അത് നമ്മൾ എന്തിൽ കൊടുക്കും? ഇന്ത്യൻ റുപ്പി കൊടുക്കും. നമ്മൾ ഏതിലോട്ടോ കൊടുത്തോട്ടെ, നമുക്കിവിടെ ഏതെങ്കിലും ഒരു വാല്യൂല് മതി. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒറിജിനൽ വാല്യൂ ആയിട്ടുള്ള 8000 UK pound-ന്റെ 2% എടുത്തു. എത്ര? 160 rupees. റുപ്പീസ് അല്ല, 160 pound. അതെടുത്തു. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് 3 ആഡ് ചെയ്യുമ്പോൾ, അത് 2 കൂടെ, ഈ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? FOB ആസ് പെർ കസ്റ്റംസ് കിട്ടും 8,660 pounds. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഫ്രൈറ്റും ഇൻഷുറൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഫ്രൈറ്റിൻ്റെ കാര്യം നോക്കി. ഫ്രൈറ്റിൻ്റെ കാര്യം അവർ നേരിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 2,500 pounds. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ പറ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 6ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ച കണ്ടീഷൻ. എയറിലൂടെയാണോ നോക്കുക. എയറിലൂടെയാണോ? അതെ, എയറിലൂടെയാണ്. ഫ്രൈറ്റ് പെയ്ഡ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എയറിലൂടെയാണ്. ഗിവൺ ആണോ നോട്ട് ഗിവൺ ആണോ നോക്കുക. ഇവിടെ ഫ്രൈറ്റ് ഗിവൺ ആണ്. എത്രയാണ്? 2,500 pounds എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ആക്ച്വൽ എമൗണ്ട് അല്ലെങ്കിൽ 20% ഓഫ് എന്ത്? FOB എത്രയാണ്? 8,660 pounds. അപ്പോൾ നമ്മൾ എടുക്കാം 8,660 pounds-ൻ്റെ എത്ര? 20% എത്രയാണ്? 1,732. അപ്പോൾ നമുക്ക് 1,732 എടുക്കണോ 2,500 എടുക്കണോ? വിച്ച് എവർ ഈസ് ലോവർ. 1,732 എടുത്തു. കണ്ട, 8,660-യുടെ 20% ആയിട്ടുള്ള 1,732 എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസിനെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കും. എത്ര? FOB-യുടെ 1.125% എടുത്തു. എത്ര? 87,425 എടുത്തില്ലേ? 87,000. അതെന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ, നമുക്ക് നോക്കാം. 8,660 ഇൻറ്റു 1.125% എത്ര വന്നു? ഇവിടെ പോയിൻ്റ് ആയിരുന്നു കേട്ടോ, കോമയല്ലേ, ഇത് പോയിൻ്റ് ഇട്ടേക്കുന്നത്. 87.425. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ CGF വാല്യൂ കിട്ടും. എത്ര? 10,489.425 UK pound എന്ന് കിട്ടും. UK pound അല്ലേ, അതിന് ഇന്ത്യൻ റുപ്പീസിലോട്ട് മാറ്റണ്ടേ? ഇന്ത്യൻ റുപ്പീസിലോട്ട് മാറ്റാൻ നമുക്ക് എന്ത് വേണം? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വേണം. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഏത്? ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് ആയിട്ടുള്ള 68 rupees ആണ് നമ്മൾ എടുക്കേണ്ടത്. 68 ഇൻറ്റു 10,489.425 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7,13,281 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, പ്രശ്നമില്ലല്ലോ. ആ 7,13,281 rupees നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഏത് റേറ്റിൽ എടുക്കണം? നേരത്തെ കണ്ടുപിടിച്ചു 12%. അങ്ങനെയാണെങ്കിൽ ഈ 7,13,281-ൻ്റെ ഓക്കെ 7,13,281 അതിൻ്റെ കൂടെ ഇപ്പോൾ എന്ത് 12% ആയിട്ടുള്ള ഇൻറ്റു 12% എത്ര വന്നു? 85,593.72. ഓക്കെ,
ബേസിക് കസ്റ്റം ഡ്യൂട്ടി എവിടെ വന്നാലും അവൻ്റെ ലൈൻ ആരാണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. അപ്പോൾ ഒരു പോയിന്റ് മാറ്റി ഇങ്ങോട്ട് ഒരു കുത്തിട്ടാൽ മതി. അപ്പോൾ നമ്മളത് എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത്ര ഐറ്റംസേ ഉള്ളൂ. വേറെ നമ്മളെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ. അത് നമ്മൾ ആഡ് ചെയ്തു. അതിനോടൊപ്പം IGST ആഡ് ചെയ്യണം. IGST എത്ര പെർസെൻറ്റേജ്? 18% എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ IGST കൂടെ ആഡ് ചെയ്തു. 18% ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? IGST ആഡ് ചെയ്ത വാല്യൂ നമ്മളുണ്ട്. എല്ലാം കൂടെ കൂട്ടുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലാൻഡഡ് വാല്യൂ എന്ന് വിളിക്കാം. എല്ലാ ഐറ്റംസും കൂടെ, അതായത് നമ്മുടെ അക്സസിബിൾ വാല്യൂവിനോടൊപ്പം ഈ ഐറ്റംസ് മൊത്തം കൂടെ കൂട്ടുമ്പോൾ ഏത് ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും IGSTയും കൂടെ കൂട്ടുന്ന വാല്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാൻഡഡ് വാല്യൂ എന്ന് വിളിക്കാം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിക്കാനല്ലേ? കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മുടെ ഈ അസബിൾ വാല്യൂവും കുറച്ച് കളയാം. അസബിൾ വാല്യൂ കുറച്ച് കളയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് IGST ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കസ്റ്റം ഡ്യൂട്ടി കിട്ടും. പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ചെയ്തു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട് 6ഉം 7ഉം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യമേ പറഞ്ഞാൽ 1ഉം 2ഉം 1 2 നമ്മൾ ചെയ്തു. 3ഉം 4ഉം 5ഉം 3ഉം 4ഉം അത് നിങ്ങൾ ചെയ്യുക. 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. 3 ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി റൂളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പഠിച്ചത് വാല്യുവേഷൻ ആയിരുന്നു. അത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് കിട്ടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.